ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനുണ്ടല്ലോ ഉണ്ടാക്കാൻ വിചാരിച്ചതല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷേ ഉണ്ടാക്കിയത് അടിപൊളിയാണ്. അപ്പോൾ ഇത്രക്കാര് സ്നാക്സ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താക്കുന്ന എന്ന സ്പെഷ്യൽ എന്ന്. രണ്ട് മക്കൾക്ക് ക്ലാസ് പാർട്ടിയാണ്, നമ്മളെ നാട്ടിൽ സെൻഡ് ഓഫ് എന്നാണ് പറയുക. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ സിറ്റ്സോൾ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. പക്ഷേങ്കിൽ അതിൻ്റെ ഷീറ്റ് ഞങ്ങൾക്ക് തൊട്ട് താഴെയുള്ള ഷോപ്പ് കിട്ടിയിട്ടില്ല. ഞാൻ കുറേ നോക്കി, പിന്നെ ലാസ്റ്റാണ് മൈദപ്പൊടി വാങ്ങിയിട്ട് ഇങ്ങനെ തുർക്കിപ്പത്തിരി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ എല്ലാം തലേന്ന് തന്നെ കഴുകി വൃത്തിയാക്കി മസാല എല്ലാം പെരക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ മഞ്ഞൾ, മുളക്, ചിക്കൻ മസാല, കുരുമുളകിൻ്റെ പൊടി, പിന്നെ ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ്. പിറ്റേന്ന് രാവിലെ ഒരു 10-11 മണിക്ക് അങ്ങനെയാണ് തുടങ്ങിയത്. അതിൻ്റെ 2 മണിക്കൂർ മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടും തണുപ്പുണ്ടേനും. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റിയിട്ട് നെയ്യിലിട്ടിട്ട് ഞാൻ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. 1 കിലോ ചിക്കൻ ഫുള്ളായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എത്രയാ മസാല ഉള്ളത് അത്രയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറേ മക്കൾ കൊണ്ടുവരും. ആ ക്ലാസ്സിലുള്ള മക്കളെല്ലാം കൊണ്ടുവരുമ്പം നമ്മൾ ഒരു 10, 15, 20 എന്നിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള ക്ലാസ്സിലെല്ലാം കൊടുക്കുകയെല്ലാം ചെയ്യും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കുറേ ഒന്നും ക്ലാസ്സിലെ കുട്ടികൾക്ക് കണക്കായിട്ടൊന്നും കൊടുക്കണമെന്നൊന്നുമില്ല. അപ്പം ഞാനത് പൊരിക്കാൻ വേണ്ടി വെച്ച ആ ടൈമിന് ബാക്കിയുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണിക്കാം. ഒരു 10-12 ഉള്ളി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ചെറിയ ഉള്ളിയാണ്. വലുപ്പം ഉണ്ടെങ്കിൽ ഒരു 5-6 എണ്ണം മതി. പിന്നെ ഒരു ഫുള്ളായിട്ടുള്ള വെളുത്തുള്ളി, ഇത്രയും പീസ് ഇഞ്ചി, പിന്നെ ഒരു 6 പച്ചമുളക് നല്ല എരിവുള്ളതാണ്. പിന്നെ കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 30 മുട്ടേൻ്റെ ബോക്സാണിത്. ഇതിൽ നിന്ന് ഞാൻ ഒരു 15 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൈദപ്പൊടി, 1 കിലോൻ്റെ മൈദപ്പൊടിയാണിത്. ഇതാണ് എടുത്തിട്ടുള്ളത്. ലാസ്റ്റ് വന്ന തീരുമാനമാണ്. ഇനി മുട്ട ഞാൻ കുക്കറിൽ പൊങ്ങിയാൻ വേണ്ടി വെക്കുന്നുണ്ട്, ഒരുമിച്ചിട്ട് വെക്കുന്നില്ല. അഥവാ എല്ലാം കൂടി ഇട്ടിട്ട് പൊട്ടിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു കുക്കറിൽ, വലിയ കുക്കറിൽ ഞാൻ ഒരു 10 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഉപ്പും വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 വിസിൽ അത്ര വേണ്ടുള്ളൂ. പിന്നെ പാത്രത്തിൽ വെക്കുന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. നേരത്തെ അത്രയും വലിയ പാത്രം ആ ടൈമിന് എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ 2 കുക്കറിൽ തന്നെ വെച്ച് ചെറിയ കുക്കറിലും കൂടി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിന് ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിക്കൻ മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ കുറച്ച് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി രണ്ടാമത് ചെറിയൊരു കുക്കറും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 വിസിലാണ് ഞാൻ അടിക്കുന്നത്. എൻ്റെ കുക്കറിൽ വേഗം വിസിൽ വരും. നോർമൽ കുക്കർ കുറേ ടൈം എടുക്കുന്നുണ്ടെങ്കിൽ ഒറ്റ വിസിൽ മതി. അങ്ങനെ നമ്മളെ ചിക്കൻ എല്ലാം ഫുള്ളായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാം കോരി മാറ്റുന്നുണ്ട്. ഈ ഒരു തുർക്കി പത്തിരി നമ്മൾ കുമ്പളങ്ങ പത്തിരി എന്നും പറയും. അത് പാർട്ടി സ്നാക്കും അതുപോലെ റമദാനിൽ നോമ്പ് തുറയെല്ലാം കഴിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഒരു വെറൈറ്റിയാണ്. നേരത്തെ കാണിച്ച ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടിയിട്ട് ഞാനിപ്പോൾ തൊലി കളയുന്നുണ്ട്. ഉള്ളി ഞാൻ ചോപ്പറിലാണ് ചോപ്പ് ചെയ്തിട്ട് എടുക്കുന്നത്. എന്നാലാണ് വേഗം പണി എളുപ്പമായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ കുറേ ടൈം എടുക്കും. അങ്ങനെ ഉള്ളിയെല്ലാം നന്നായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ചോപ്പറിൽ നമുക്ക് കുനുകുനാന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാൻ ആദ്യം ചോപ്പർ കയറ്റി നന്നായിട്ട് ടിഷ്യൂ കൊണ്ട് തുടച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിന് മുന്നേ ഞാൻ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആക്കിയിട്ട് ഓൾറെഡി ഉള്ളിയിൽ വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ട്. അപ്പം ഇതിലെ വെള്ളം കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മസാല കുറച്ചൊരു ലൂസായിട്ട് മാറും. കട്ട്ലേറ്റ്, ചിക്കൻ റോള്, സിറ്റ്സ് റോള് അതെല്ലാം ആക്കുമ്പോൾ പെടുക. കാരണം അതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മിക്സ് ആക്കുന്നതുകൊണ്ട് ഇതും കൂടി മിക്സ് ആക്കുമ്പോൾ ലൂസായി പോകും, നമുക്കത് കറക്റ്റിൽ കിട്ടൂല. പക്ഷേ ഈ ഒരു മസാലക്ക് കുഴപ്പമില്ല. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഉള്ളിയെല്ലാം എടുക്കുമ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളിയെല്ലാം കുറേ കൂടി മസാല വല്ലാണ്ടങ്ങ് കൂടി പോകും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഒരു 46 തുർക്കിപ്പത്തിരി ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരുമിച്ചിട്ട് ഇട്ടിട്ടാണ് ചാച്ചെടുക്കുന്നത്. ഞാൻ മസാലക്കെല്ലാം അങ്ങനെ തന്നെയാണ്, സെപ്പറേറ്റ് ആക്കി വെക്കലില്ല. ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ടെങ്കിലാണ് സെപ്പറേറ്റ് ആയിട്ട് ചാച്ചെടുക്കൽ. അപ്പം പേസ്റ്റ് പോലെ ആവണമെന്നില്ല, ഇതുപോലെ കിട്ടിയാൽ മതി. ഇതിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എത്രയാണ് എടുക്കേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനെല്ലാം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് 2 ടേബിൾ സ്പൂണാണ്. നോർമൽ മസാലക്കെല്ലാം 1 ടേബിൾ സ്പൂൺ അങ്ങനെയെല്ലാം എടുക്കൽ. അതിപ്പോൾ ഇഞ്ചി കുറച്ച് കൂടുതലായാലോ അല്ലെങ്കിൽ വെളുത്തുള്ളി കുറച്ച് കുറഞ്ഞു പോയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പച്ചമുളകും വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും നല്ലോണം വട്ടത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. മല്ലിയില എടുത്തിട്ടില്ല.
ആ ഒരു ടൈം കൊണ്ട് അമ്മനെ കൊണ്ട് ഞാൻ പൊരിച്ച് വെച്ച ചിക്കന് പിച്ചി എടുക്കുന്നുണ്ട്. കാരണം എല്ലില്ലാണ്ട് മാറ്റി വെക്കുന്നുണ്ട്. മസാലയ്ക്ക് എല്ലൊന്നും ഇല്ലാണ്ട് ചെറുതായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതുമാത്രമല്ല പൊരിച്ച് വെച്ച ചിക്കൻ്റെ നെയ്യാണ് ഞാൻ മസാലയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് ഒരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 10-12 ഉള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേഗം വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നതിൻ്റെ തൊട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ടൈമിൽ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഉള്ളിയെല്ലാം വാടിക്കഴിഞ്ഞാൽ കുറച്ചേ ഉണ്ടാവുള്ളൂ, ഈ കാണുന്ന പോലെയല്ല. പിന്നെ ഞാനിത് കുറച്ച് സ്പൈസി ആയിട്ട് ചീസൊന്നും ചേർക്കാണ്ട് തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉസ്താദ്മാരും കൂടി കഴിക്കുന്നതല്ലേ, അപ്പോൾ അതിൽ ചീസൊന്നും ചേർക്കണ്ടെന്ന് വെച്ചു. പിന്നെ മക്കൾസിനായതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ മുട്ട വെച്ചിട്ടുള്ളത്. മുട്ട കൂടി കഴിക്കുമ്പം എരിവ് അങ്ങ് ബാലൻസ് ആവും. നമ്മൾ പുഴുങ്ങി എടുത്തിട്ടുള്ള മുട്ട ഞാൻ വെള്ളത്തിൽ ഒരു ബൗൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് ആ ടൈമിൽ തന്നെയാണ് ഞാൻ തൊലി കളയുന്നത്. പച്ചവെള്ളത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൈപ്പിൻ്റെ ചോട്ടിൽ ഇങ്ങനെ വെച്ചിട്ട് തൊലി കളഞ്ഞു കഴിഞ്ഞാൽ വേഗം പൊളിഞ്ഞ് കിട്ടും. നമുക്ക് ചൂടറിയൂല. നല്ല ചൂടുള്ള മുട്ടയാണെങ്കിൽ ഇത് കുറച്ച് ടൈം ആയിട്ടുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഫുള്ളായിട്ട് ഞാൻ തൊലി കളഞ്ഞിട്ടില്ല, ബാക്കി മക്കൾസിന് കൊടുത്തു. അവർക്ക് വേറെ പണിയൊന്നുമില്ല, അപ്പോൾ അത് അവർ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ മസാലേൻ്റെ മൂടി തുറന്നപ്പം തന്നെ ഉള്ളിയെല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി മസാലപ്പൊടികളെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ അടുത്ത് തന്നെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ഇനി മഞ്ഞളും മുളകൊന്നും ഇതിൽ ഇട്ട് കൊടുത്തിട്ടില്ല. ചിക്കൻ പൊരിച്ച നെയ്യിലാക്കിയോണ്ട് തന്നെ കുറച്ച് എരിവ് തന്നെ ഉണ്ട്. ഇനി ഇതിൽ ഞാൻ മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മാഗി ക്യൂബ് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് ഇട്ട് കൊടുത്ത പാട് ഞാൻ വഴറ്റൊന്നും ചെയ്യാണ്ട് ചിക്കൻ പൊരിച്ച് പിച്ചിട്ട ചിക്കനില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചിക്കനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് കണക്കായ മസാലയാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നോമ്പ് പറയലുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കാം. ലാസ്റ്റായിട്ട് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മസാല ഇവിടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു സ്പൈസി ഉണ്ട് കേട്ടോ. ഇത് കുറച്ച് മുതിർന്ന ആൾക്കാർക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ ഒരു മസാല തന്നെ നമുക്ക് ഇറച്ചിപ്പത്തിലായിട്ട് മുട്ടപ്പത്തിലെല്ലായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യം അങ്ങനെയാണ് വിചാരിച്ചിട്ടുള്ളത്, ഒരാൾക്ക് തുർക്കിപ്പത്തിരിയും ഒരാൾക്ക് മുട്ടപ്പത്തിലും കൊടുക്കാമെന്ന്. പക്ഷേ പറ്റിയില്ല, ഒന്ന് തന്നെയാണ് എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു ബൗളിൽ ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ചാൽ ഭയങ്കരമാണ്, അത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഇനി കുറച്ച് ആട്ടപ്പൊടിയും കൂടി ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. മൈദയും ആട്ടയും മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ വല്ലാണ്ട് വലിഞ്ഞു പോവില്ല. ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് 1 ടീസ്പൂണ് ഓയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നിന്നാണ് എനിക്ക് ഭയങ്കരമായ ഒരു അബദ്ധം പറ്റുന്നത്. കാരണം ഞാൻ വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി. വെള്ളം കൂടിപ്പോയി. ഞാൻ കുഴച്ച് നോക്കുമ്പം ഇത്രയും ആണ് കിട്ടിയിട്ടുള്ളത്. വീണ്ടും ഞാൻ മൈദപ്പൊടി ഇട്ട് ആട്ടപ്പൊടി ഇട്ട് ബാലൻസ് ചെയ്യേണ്ട വന്നു. കാരണം വെള്ളം നന്നായിട്ട് കൂടിപ്പോയിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരം തന്നെ പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു മാവ് കൊണ്ട് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയും ചൂട പൊറാട്ടയും ചൂട ആ ഒരു അവസ്ഥയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് ചെറുങ്ങനെ ഉരുട്ടി ഉണ്ടയാക്കി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേഗം ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം എത്രയോ വേണ്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയിൽ ഞാൻ ആക്കിയെടുക്കുന്നുണ്ട്. ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബാക്കി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. മുട്ട അതുപോലെ തന്നെ പകുതി ആക്കിയിട്ടാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പം 15 മുട്ടയാണെങ്കിൽ 30 എണ്ണം കിട്ടും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ ഇറച്ചിപ്പത്തിലെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഒരു ഉരുള എടുത്തിട്ട് പൂരിക്കെല്ലാം പരത്തും പോലെ അത്രയും മതി. അങ്ങനെ ഞാൻ പരത്തി എടുക്കുന്നുണ്ട്. ഈ വേറൊരു കാര്യം എന്ന് വെച്ചാൽ വലിയ ഉരുള എടുത്തിട്ട് ഫുള്ളായിട്ട് പരത്തിയിട്ട് റൗണ്ടായി കട്ട് ചെയ്തിട്ട് ഒരു കുറേ ആക്കിയെടുക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇപ്പം ആക്കിയെടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മസാല ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് പുഴുങ്ങിയ മുട്ടേൻ്റെ പകുതി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾ കാണുന്ന ഇതുപോലെ ഞാൻ സാരിയെല്ലാം മടക്കൂലേ അതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. ഇത് വേഗം കഴിയട്ടോ. ആദ്യം ഉണ്ടാക്കുന്നതാണെങ്കിൽ കുറച്ച് ടഫാവും, പക്ഷേ പിന്നെ വേഗം ആക്കിയെടുക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്താൽ മതി. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല രസമില്ലേ കാണേന്. അത് എല്ലാം ഞാനിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. ഞാനിത് ആദ്യമെല്ലാം സ്ഥിരമായിട്ട് ഇടയ്ക്കെല്ലാം ഉണ്ടാക്കുന്നതാണ്. പക്ഷേങ്കിൽ കഴിഞ്ഞ നോമ്പിന് ഒരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടേനും. ഇപ്പം ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. രണ്ടാമത് ഞാൻ ഉണ്ടാക്കുന്നത് പകുതി മുട്ടേൻ്റെ വീണ്ടും ഞാൻ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അഥവാ ഈ ഒരു മാവുണ്ടല്ലോ ഇനിയും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ എനിക്ക് പറ്റിയിട്ടില്ല. കാരണം ടൈം പോയി. മക്കൾക്ക് 3 മണിക്കാണ് ബസ് വരിക. ആ ടൈമിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ നമ്മൾ പോയി കൊണ്ടു കൊടുക്കുക ചെയ്തത്. പിന്നെ മോളെ മാം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവെങ്കിൽ മാത്രം കൊടുത്തയച്ചാൽ മതി എല്ലാവരോടും. കാരണം ഡ്യൂട്ടിക്ക് പോകുന്ന പാരൻ്റെല്ലാം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിയണമെന്നില്ലല്ലോ. പക്ഷെ ഞാൻ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് ഉള്ളത്. എല്ലാം ഞാൻ
റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നെയ്യിലിട്ടിട്ട് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തീ വല്ലാണ്ട് കൂടി പോണ്ട, ഒരു മീഡിയം ഫ്ലെയിമിലായാൽ മതി. അല്ലെങ്കിൽ വേഗം പുറം ഭാഗം ബ്രൗൺ കളറായിട്ടും ഉള്ളു വേവാണ്ടും കിട്ടും. കഴിഞ്ഞ നോമ്പിനെ കുറച്ച് വീഡിയോസ് മാത്രമേ ഞാൻ നോമ്പിൻ്റെ ഇട്ടിട്ടുള്ളൂ. ഷോർട്സ് ആയിട്ടാണ് കൂടുതൽ ഇട്ടിട്ടുള്ളത്. സമൂസ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ 3 ഐറ്റംസ് ഞാൻ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തിട്ട് പിറ്റേന്ന് ഞാൻ ഉപയോഗിച്ചൊരു വീഡിയോ ഉണ്ട്. ഫസ്റ്റ് നോമ്പിൻ്റെതാണ്. അപ്പോൾ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കണ്ടാൽ മതി. അതിൻ്റെ കുറച്ചായിട്ട് ഞാൻ ഷോർട്സ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നെയ്യിൽ മുങ്ങുന്ന നേരത്തിൽ വേണം ഇട്ട് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആടെ ഇവിടെയെല്ലാം വേവാണ്ട് കിട്ടും. ഇതിപ്പോൾ എല്ലായിടത്തും നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനിത് ഓരോന്നോരോന്നായിട്ട് കോരി മാറ്റുന്നുണ്ട്. ഒരു ഗസ്റ്റെല്ലാം വന്നു കഴിഞ്ഞാൽ ഓരോ മുന്നിൽ വെച്ച് കൊടുക്കാനെല്ലാം പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. ഇത് ചിലരെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഉണ്ടാക്കേണ്ട ഒരു ഐറ്റമാണിത്. നമുക്കിനി റമദാനെല്ലാം വരുന്നതല്ല, അപ്പോൾ റമദാനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അങ്ങനെ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത്രയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയും ബാക്കിയുണ്ട് ഉണ്ടാക്കാൻ. ടൈമില്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു 34 ഞാൻ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പകുതിയായിട്ട് വീതിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാസറോൾ എടുത്ത് നന്നായിട്ട് തുടച്ചിട്ട് അതിൽ ടിഷ്യൂ എല്ലാം വെച്ചിട്ടുണ്ട്. ഒരു 15 അമൻ്റെയിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ മോളയിൽ ഒരു 16 വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഇളയ മോൾക്കും വേണമെന്നായി. ഓൾക്ക് കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും വേണ്ടേ, അപ്പോൾ ഞാൻ ഓൾക്കും കൂടിയിട്ട് 3 കൊടുത്തിട്ടുണ്ട്. ഇനിയും ഉണ്ടാക്കി നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പിന്നെ അവിടുത്തെ ക്ലാസ് പാർട്ടി എല്ലാം കഴിയും. ഇപ്പം തന്നെ 3:30 മണിയായിട്ടുണ്ട്. ഞാൻ ഉപയോഗിച്ച സിലിക്കോണിൻ്റെ ഒരു ചപ്പാത്തി കോലാണ്. ആദ്യമായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അതും എനിക്ക് അത്ര ശരിയായിട്ടില്ല. അത് കൈമന്ന് ഇങ്ങനെ സ്ലിപ്പായി പോകുന്നുണ്ടേനും. അങ്ങനെ മദ്രസയിലെത്തി. ആദ്യം അമ്മേൻ്റെ ക്ലാസ്സിലാണ്, രണ്ടാമത് മോളത്, പിന്നെ മൂന്നാമത് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. എല്ലാവരും ക്ലാസ്സിലുണ്ടേനും. കുറേ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അജ്മാലിലാണ്. പിന്നെ പോയതുകൊണ്ട് ഭയങ്കര ഒരു രസമുണ്ടേനും. ഇതെല്ലാം കാണാൻ പറ്റി. ഇവിടെ അപ്പുറത്ത് സ്കൂളിൽ പരിപാടി നടക്കുന്നതുകൊണ്ട് ഇങ്ങനെയെല്ലാം സ്റ്റാളിൽ ഇട്ടിട്ടുണ്ടേനും. സ്നാക്സും പോപ്കോണും ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, കോട്ടൻ കാൻഡി എല്ലാം ഉണ്ടേനും കേട്ടോ. അപ്പം ഞാൻ അതിൽ നിന്ന് പോപ്കോണും മേടിച്ച് ഉപ്പിലിട്ട മാങ്ങയും പൈനാപ്പിളും മേടിച്ച്. എൻ്റെ കൂടെ ഇളയ മോള് വന്നോണ്ട് അവളിത് കണ്ടപാട് തന്നെ പറയുന്നുണ്ട് പോപ്കോൺ വാങ്ങിത്തരും, പിന്നെ കോട്ടൺ കാൻഡിയും വാങ്ങിത്തരുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ അതെല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിട്ടിങ്ങ് പോന്നു. നല്ല രസമുണ്ടേനു. ഇവിടെ പോയി കൊടുത്തോണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടേനു. ഈ ഉപ്പിലിട്ട മാങ്ങയും കൈതച്ചക്കയും കണ്ടു കഴിഞ്ഞാൽ വാങ്ങാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പം 2 ദിറംസേനും. ഇപ്പം ഇൻസ്റ്റ തുറന്നു കഴിഞ്ഞാൽ ഉപ്പിലിട്ട മാങ്ങയായാലും നെല്ലിക്ക, മുന്തിരിങ്ങ എല്ലാം ഇടുന്നുണ്ട്. ആപ്പിളും ഞാൻ കണ്ടിട്ടുണ്ട് ലാസ്റ്റ് ടൈം. ഇതിൽ ഇവർ നല്ലൊരു മുളകും ഇതെല്ലാം മിക്സാക്കി തന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടേനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയൊരു റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം, വീഡിയോ കാണുന്ന ഉടനെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. എന്തായാലും നോമ്പിന് ട്രൈ ചെയ്യണേ നിങ്ങൾ.